കോവിഡ് രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാനഡയിൽ ആനുകൂല്യങ്ങളുടെ വിതരണം സർക്കാർ ഊർജിതമാക്കി. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി സർക്കാരും സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. കോവിഡ് രോഗബാധിതരുടെ എണ്ണം 30,000 കവിഞ്ഞതോടെ കാനഡ സർക്കാർ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇടക്കാലത്തുണ്ടായ കുറവിന് ശേഷം വീണ്ടും വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് സർക്കാരും സന്നദ്ധ പ്രവർത്തകരും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. രോഗബാധിതരായി മരണപ്പെട്ടവരുടെ എണ്ണവും 1000 കവിഞ്ഞു. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കിയ സർക്കാർ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഫലപ്രദമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായി കാനഡയിലെ സീറോ മലബാർ സഭയുടെ മിസിസാഗ രൂപതാ മെത്രാൻ മാർ ജോസ് കല്ലുവേലിൽ പറഞ്ഞു. വൈറസ് വ്യാപനം തടയുന്നതിനു വേണ്ടി രാജ്യം ലോക്ക്ഡൗണിലേക്ക് പോവുകയും തൽഫലമായി ഏറെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത് ഏറെ ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമാണ്. വിവിധ നാടുകളിൽ നിന്ന് പഠനത്തിനായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാസം $2,000 വീതം നൽകുന്നത് മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ്. തന്മൂലം വിദ്യാർത്ഥികളുണ്ടായ ആശങ്കകൾ മാറി അവർക്ക് ഏറെ പ്രതീക്ഷയും സന്തോഷവും ലഭിച്ചിരിക്കുകയാണ്. സർക്കാരിനൊപ്പം മിസിസാഗ രൂപതയുടെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്റെയും മറ്റു സംഘടനകളുടെയും പ്രവർത്തനം പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായെന്നും അദ്ദേഹം പറഞ്ഞു. രോഗീ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ആശങ്കകൾ ദൂരീകരിച്ചു. മിസിസാഗ രൂപതയുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ പ്രവർത്തനങ്ങളും വിവിധ സംഘടനകളും അസോസിയേഷനുകളുടെയും പ്രവർത്തനങ്ങളും കാനഡയിലെ പ്രവാസികൾക്ക് ഇരട്ടി ആശ്വാസം നൽകുന്നതാണ്. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കനേഡിയൻ സർക്കാർ 5 മില്യൺ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്നിന് ഓർഡർ നൽകി കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നാണ് ഈ മരുന്ന് ഇറക്കുമതി ചെയ്യുക. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.